ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് എറണാകുളത്തപ്പം ഗ്രൗണ്ടിലാണ്. പുറകിൽ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറാം കേട്ടോ. അപ്പോൾ നമ്മളിത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 100 രൂപയാണ് ടിക്കറ്റ്. ഇനി നമുക്കത് അങ്ങോട്ട് കയറാം. വലിയൊരു നീരാളിയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഇതിലെ പോയി നോക്കാം എന്തൊക്കെയാണ് സംഗതികൾ എന്നുള്ളത് നോക്കാം. ഓക്കെ, കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയ അക്വേറിയം ഉണ്ട്. ഇത് നമ്മൾ എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഇടതുവശത്ത് കുറച്ച് മുന്നോട്ട് നടന്ന് ഇടതുവശത്ത് ഇങ്ങനെ വലിയ അക്വേറിയങ്ങളിലായിട്ട് മത്സ്യങ്ങളെ സൂക്ഷിച്ചിരിക്കുകയാണ്. ശരിക്കും ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഈ കാണുന്നതല്ല കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു 200 മീറ്ററോളം വരുന്ന ഒരു അണ്ടർ വാട്ടർ ടണലുണ്ട്. അവിടെ ഒരുപാട് മത്സ്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് മത്സ്യങ്ങൾ ഇതേപോലെ വലിയ അക്വേറിയം ടാങ്കുകളിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓരോ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെയും സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇത് ഗ്ലാസ്സിൽ ഭയങ്കരമായിട്ട് അഴുക്ക് പിടിച്ച പോലെ ഉണ്ട്. ഗ്ലാസ് ഒന്ന് പുറത്ത് ക്ലീൻ ചെയ്യായിരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വ്യക്തമായിട്ട് കാണാമായിരുന്നു. ഇത് ഈലാണ് കേട്ടോ. ഈൽ മത്സ്യങ്ങളാണ് കടലിൽ കാണുന്ന ടൈപ്പ്. നമുക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഇത്തിരി പ്രയാസപ്പെടും. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്, ഓരോ മത്സ്യങ്ങളും ഏതൊക്കെയാണ് എന്നുള്ളത് അവിടെ ഒരു പേരെഴുതിയിട്ട് ആ ഒരു അക്വേറിയത്തിൻ്റെ മുന്നിൽ വെക്കായിരുന്നു എന്നെനിക്ക് തോന്നി. കാരണം ഇത് ഏതൊക്കെയാണ് മത്സ്യങ്ങൾ എന്നുള്ളത് കൊച്ചു കുട്ടികൾ വരെ വരുന്നതാണ്, സ്കൂൾ സ്റ്റുഡൻസ് വരുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യായിരുന്നു എന്നെനിക്ക് തോന്നി. അതൊരു ചെറിയ പോരായ്മയാണ്. പക്ഷേ സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇത് ഒരു സ്റ്റാർ ഫിഷ് ഒരെണ്ണമല്ല കേട്ടോ. അതിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ സ്റ്റാർ ഫിഷുകളുണ്ട്. ഇതിപ്പോൾ ആ ഗ്ലാസ്സിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ്. ഇത് ഈ സൈഡിൽ ഇഷ്ടം പോലെ പല നിറത്തിലുള്ള സ്റ്റാർ ഫിഷുകളാണുള്ളത്. നോക്കി എന്ത് ഭംഗിയത് കാണാനായിട്ട്. ഇതൊക്കെ നമുക്ക് കടലിൻ്റെ അടിയിൽ കാണുന്ന ജീവികളാണ്. ഇങ്ങനെയുള്ള അക്വേറിയം സെറ്റപ്പുകളിലൊക്കെ ചെന്നാലാണ് നമുക്ക് ഇതിനൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ. ഇത് കൊഞ്ചാണോ എന്നുള്ളത് അറിയില്ല. കൊഞ്ച് പോലെ നമുക്ക് തോന്നിക്കുന്ന ഒരു ജീവിയാണ്. കൊഞ്ചന്നെയാണെന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പേരെഴുതി വെച്ചിട്ടില്ല എന്നുള്ളത്. ഇതാ മറ്റൊരു സംഭവം കേട്ടോ. നമ്മൾ ഫോണിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഫോണും കൊണ്ട് അവിടെ ചെന്നപ്പോൾ തന്നെ ആ ഫോൺ നീങ്ങുന്നതിനനുസരിച്ച് ഇതേ തെരണ്ടിക്കുട്ടൻ ഇങ്ങനെ അതിൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമുണ്ട് അതിലിങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട്. ഇതൊരെണ്ണമല്ല, ആ ടാങ്കിൽ കുറേ എണ്ണം ഉണ്ട്. പക്ഷേ നമ്മളെ ഗ്ലാസിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് ആ ഒരു തെരണ്ടിയുടെ ആ പറക്കാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആ നീന്തി കളിക്കുന്നതിൻ്റെ ആ ഒരു ഭംഗി നമുക്കിത് കണ്ടാ നോക്കി എന്ത് രസം നോക്കി. ഇത് ഞാൻ തൊട്ടടുത്താണ്ടോ, ഗ്ലാസിൻ്റെ തൊട്ടടുത്ത് പോയി എടുത്താണ്. ഇതൊക്കെ ഇതേപോലുള്ള അക്വേറിയങ്ങളിൽ വലിയ അക്വേറിയങ്ങളിലായിട്ട് ടണലിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കാഴ്ചകളാണ് കേട്ടോ. ടണലിലേക്ക് നമ്മൾ ഇനി എത്തിയിട്ടില്ല. ഇതൊക്കെ നമ്മുടെ നോർമൽ ഫിഷുകളാണ്. പ്ലാറ്റി ഉണ്ട്, അതേപോലെ തന്നെ ഗപ്പികളുണ്ട്. അതൊക്കെ ടണലിൻ്റെ തൊട്ട് മുമ്പാണ്. ഇനി നമ്മൾ ടണലിലേക്ക് കയറാൻ വേണ്ടി പോകാം കേട്ടോ. ടണലിലേക്ക് കയറുമ്പോൾ തന്നെ അത്ഭുതമാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ചെറിയ സ്പേസിനകത്ത് തന്നെ 10,000 കണക്കിന് ഫിഷുകളുണ്ടാവും. അതേ നോക്കി എന്ത് രസമാണ് നോക്കി. പല കളറിലുള്ള ഫിഷുകളാണ് അവിടെ ഉള്ളത്. ഈ ഒരു ഐറ്റം ഫിഷുകൾ മാത്രമാണ് കുറച്ച് 2-3 ഗ്ലാസിൻ്റെ ആ ടണലിലുള്ളത്. അത് കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് ഇതേ കണ്ട മുതലല്ല കേട്ടോ, അത് അലിഗേറ്റർ ഗാറാണ്.
അങ്ങനത്തെ അലിഗേറ്റർ കാർ വലുപ്പമുള്ള ഒരുപാടെണ്ണം നമ്മുടെ അടുത്തുകൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് കാണാനായിട്ട് പറ്റും. നിർഭാഗ്യവശാൽ നമ്മൾ ചെന്ന സമയത്ത് എല്ലാം മുകളിലായിരുന്നു. നമുക്ക് താഴേക്ക് വരാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, പക്ഷേ അധികം താഴത്തേക്കൊന്നും വന്നില്ല. പക്ഷേ കിട്ടിയതുപോലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മുടെ തൊട്ട് മുകളിലൂടെ ഒരു മുതല പോകുന്ന പോലെ നമുക്ക് തോന്നും. അലിഗേറ്റർ കാറാണ് കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്, ഇത് അലിഗേറ്റർ കാറാണ് എന്നുള്ളത്. പക്ഷേ അത് അറിയാത്ത ആളുകളുണ്ടാവും. അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പേര് എഴുതി വയ്ക്കുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയത്. നമ്മുടെ അലിഗേറ്റർ കാറിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ കാണുന്നതാണ്. ഇവിടെ ഇതിൽ ഒരുപാട് ഐറ്റം വെറൈറ്റി മീനുകളുണ്ട്. കണ്ടോ, ഇതൊക്കെ ഭയങ്കര വലുതാണ് കേട്ടോ. നോക്കി, ഇതേ വലിപ്പത്തിലുള്ള ഒരു 6-7 മീനുകൾ അവിടെ ഉണ്ട്. ബാക്കിയൊക്കെ ചെറുതാണ്. ഇത് ഭയങ്കര വലിയ സാധനമാണ്. ശരിക്കും ഒരു കടലിൻ്റെ അടിയിലൂടെ നടക്കുന്ന ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഉണ്ടാവുക. കാരണം രണ്ട് സൈഡിലും ഇങ്ങനെ ഫിഷ് നമ്മുടെ സൈഡിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് കടലിനടിയിലൂടെ നടക്കുന്ന ഒരു ഫീൽ തന്നെയാണ് ശരിക്കും നമുക്കവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവുക. 100 രൂപ കൊടുത്തിട്ട് ഇതിനകത്ത് കയറുമ്പോൾ ശരിക്കും വെർത്താണ് കേട്ടോ. അത്രയും ഭംഗിയാണ്, അത്രയും നമുക്ക് മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കാനായിട്ട് പറ്റും. അതിനിടയ്ക്ക് കണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു മീൻ അവിടെ ഡെഡായി കിടക്കുന്നതാണ്. അത് അങ്ങനെ ഒരു 3-4 ഫിഷുകൾ അങ്ങനെ ഡെഡായി കിടക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അത് എടുത്ത് മാറ്റാൻ പറ്റാനായിട്ടാണോ എന്താണെന്നറിയില്ല, അത് അവിടെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. തൊട്ടടുത്ത സെക്ഷനിൽ കാണുന്നത് ഇഷ്ടം പോലെ വെറൈറ്റി മീനുകളാണ്. നോക്കി, കണ്ട, സ്നേക്ക് ഹെഡ് ഫിഷ്, അങ്ങനെ ഒരുപാട്. ഇതൊന്നും അവർ പേരെഴുതി വെച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെയാണ് ഫിഷുകൾ എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. അതെ, അടുത്ത ഒരു സാധനം കണ്ട. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത സെക്ഷനിലേക്ക് വരുമ്പോഴാണ് ഒരു ഭീകരൻ. ഇവിടെയാണ് ഭീകരന്മാരായിട്ടുള്ള സാധനങ്ങൾ കിടക്കുന്നത് കേട്ടോ. അരാപ്പയ്മയാണ് കേട്ടോ അതാ പോകുന്നത്. വലിയ വലിയ അരാപ്പയ്മകളാണ് ലാസ്റ്റ് സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നമ്മൾ ആദ്യം കണ്ടത് റെഡ് ടൈൽ കാറ്റ് ഫിഷാണ് കേട്ടോ, ഫസ്റ്റ് കണ്ടത്. അത് ഭയങ്കര വലുതാണ്. അത്രയും വലിപ്പം വരുമെന്നൊക്കെ നമ്മളിത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതെ, ഈ വരുന്ന ഭീകരൻ റെഡ് ടൈൽ കാറ്റ് ഫിഷാണ്. ഭയങ്കര വലുതാണ് കേട്ടോ അത്. നോക്കി എൻ്റെ സൈസ് നോക്കി. അപ്പോൾ ഇവിടെ നമ്മളിത് അവസാനിക്കുകയാണ്, ഈ ടണൽ ഇവിടെ അവസാനിക്കുകയാണ്. നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. കിട്ടിയത് എല്ലാം ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളൊരു കാഴ്ചയും കൂടെയാണ് ഈ കാണുന്നത്. അതിനുശേഷം കുറേ സ്റ്റാളുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കാണണം.